നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം തിങ്കളാഴ്ച തൃശൂരിൽ നടക്കും. ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടിയെ നിയമിച്ചു. കേരളശ്രീ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ സൈഹണ്ട് ജില്ലയിൽ അറസ്റ്റിലായത് 27 പേർ. തട്ടിപ്പിന് ഉപയോഗിച്ച മൊബൈൽ ഫോണുകളും ATM കാർഡുകളും പോലീസ് പിടിച്ചെടുത്തു. മണ്ണുത്തിയിൽ 75 ലക്ഷം രൂപ കവർന്ന കേസിൽ ഇതുവരെ 5 പേർ പിടിയിലായതായി സിറ്റി പോലീസ് കമ്മീഷണർ. പ്രതികൾ മറ്റൊരു കവർച്ച കൂടി ആസൂത്രണം ചെയ്തതായി പോലീസ്. പട്ടയ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. തൃശൂർ ജില്ലയിൽ 1349 പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്തു. വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടിയിട്ട് കാർ തട്ടിയെടുത്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അക്രമികളിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹനം നിർത്തി പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ഡ്രൈവർ. ഗുരുവായൂരിലെ ഗാന്ധി പ്രതിമ വിവാദം. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്ന് UDF BJP കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. പുനർനിർമ്മാണത്തിൽ നിന്ന് വിവാദ ശില്പി ഒഴിവാക്കണമെന്ന് UDF. മരക്കപ്പാറയിൽ കാട്ടാന കബാലിയെ പ്രകോപിപ്പിച്ച സംഭവത്തിൽ 2 യുവാക്കൾ ഷോളയാർ റേഞ്ച് ഓഫീസിൽ ഹാജരായി. പ്രതികൾ സഞ്ചരിച്ച വാഹനം കസ്റ്റഡിയിലെടുത്തു. വാർത്തകളിലേക്ക് വിശദമായി. ശനിയാഴ്ച നടക്കാനിരുന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം മാറ്റിവെച്ചു. അവാർഡ് പ്രഖ്യാപനം നവംബർ 3 തൃശൂരിൽ നടക്കും. പ്രാഥമിക ജൂറി കണ്ട് വിലയിരുത്തിയ ശേഷം തെരഞ്ഞെടുത്ത 38 ചിത്രങ്ങളാണ് അന്തിമ ജൂറിയുടെ പരിഗണനയ്ക്ക് വന്നത്. നടനും സംവിധായകനുമായ പ്രകാശ് രാജാണ് ജൂറി ചെയർമാൻ. മമ്മൂട്ടിയും ആസഫ് അലിയുമാണ് മികച്ച നടനുള്ള അവസാന റൗണ്ടിലുള്ളതെന്നാണ് സൂചന. ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടിയെ നിയമിച്ചു. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. കുക്കു പരമേശ്വരനെ വൈസ് ചെയർപേഴ്സണായി നിയമിച്ചു. C. അജോയാണ് സെക്രട്ടറി. വിവാദങ്ങളെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞ ശേഷം വൈസ് ചെയർമാൻ പ്രേംകുമാറാണ് ചുമതല വഹിച്ചിരുന്നത്. അക്കാദമിക്ക് ഒരു സ്ഥിരം ചെയർമാൻ വേണമെന്ന ആവശ്യം കൂടി പരിഗണിച്ചാണ് തീരുമാനം. 26 അംഗങ്ങളാണ് പുതിയ ഭരണസമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 3 വർഷത്തേക്കാണ് അക്കാദമി ഭരണസമിതിയുടെ കാലാവധി. 2025 കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വിവിധ മേഖലകളിൽ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പത്മ പുരസ്കാര മാതൃകയിൽ സംസ്ഥാന സർക്കാർ കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ പുരസ്കാരങ്ങൾ നൽകുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ പരിഗണിച്ച് ഡോക്ടർ MR രാഘവാര്യരെ കേരള ജ്യോതി പുരസ്കാരത്തിനും, കാർഷിക മേഖലയിലെ സംഭാവനകൾക്ക് PB അനീഷിനും, കലാരംഗത്തെ സംഭാവനകൾക്ക് രാജശ്രീ വാര്യർക്കും കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായി. മാധ്യമ പ്രവർത്തന മേഖലയിലെ സംഭാവനകൾ പരിഗണിച്ച് ശശികുമാറിനും, വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് TKM ട്രസ്റ്റ് ചെയർമാൻ ഷഹൽ ഹസൻ മുസ്ലിയാർ, സ്റ്റാർട്ടപ്പ് രംഗത്തെ സംഭാവനകൾക്ക് MK വിമൽ ഗോവിന്ദ്, വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ജിലിമോൾ മാരിയറ്റ് തോമസ്, അഭിലാഷ് ടോമി എന്നിവർക്ക് കേരളശ്രീ പുരസ്കാരങ്ങൾ നൽകും. ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി റൂറൽ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി 22 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയതായി റൂറൽ SP B കൃഷ്ണകുമാർ പറഞ്ഞു. സൈബർ ക്രൈം പോർട്ടലിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം സംശയാസ്പദമായ ബാങ്ക് അക്കൗണ്ടുകളെ ചെക്ക് ഉപയോഗിച്ചും ATM കാർഡ് ഉപയോഗിച്ചും പണം പിൻവലിച്ച 36 പേരെയാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. റൂറൽ പരിധിയിൽ 22 കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 20 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 14 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒരേ സമയം നടത്തിയ റെയ്ഡിലാണ് ഇന്നലെ ഒറ്റ ദിവസം 20 കേസുകൾ തൃശ്ശൂർ റൂറൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തു. 20 FIR രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അത് 32 റെയ്ഡാണ് ഇന്നലെ നമ്മൾ നടത്തിയത്. 32 വീടുകളിൽ നടത്തിയ റെയ്ഡിൽ ഈ 32 റെയ്ഡിലൂടെ 20 കേസുകൾ FIR നമ്മൾ വിവിധ പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തു. ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തത് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലാണ്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ മാത്രം നമ്മൾ 8 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 23 മൊബൈൽ ഫോണുകൾ, 8 ചെക്ക് ബുക്കുകൾ, 13 ബാങ്ക് പാസ്ബുക്കുകൾ, 5 ATM കാർഡ്, 3 പാൻ കാർഡ്, 7 ആധാർ കാർഡ്,
ലാപ്ടോപ്പ് എന്നിവ പിടിച്ചെടുത്തു. വെള്ളിക്കുളങ്ങര പോലീസ് 7 പേരെയും ചാലക്കുടി പോലീസ് 3 പേരെയും കൊടുങ്ങല്ലൂർ പോലീസ് 2 പേരെയും വലപ്പാട് കൊടകര പോലീസ് ഓരോ ആളു വീതം അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം കൈമാറ്റം ചെയ്യുന്നതിനായി കമ്മീഷൻ കൈപ്പറ്റി ബാങ്ക് അക്കൗണ്ടുകളും ATM കാർഡുകളും തട്ടിപ്പുകാർക്ക് വാടകയ്ക്ക് നൽകിയവരുമാണ് പിടിയിലായതെന്ന് റൂറൽ SP പറഞ്ഞു. നേരിട്ട് പങ്കെടുത്തവരുണ്ട്, പങ്കെടുക്കാൻ സഹായിച്ചവരുണ്ട്. ഈ ഓൺലൈൻ ഫ്രോഡ് എന്ന് പറയുന്ന ഗുരുതരമായ കുറ്റകൃത്യത്തിന്റെ പങ്ക് പറ്റിയവരുണ്ട്. അവരുടെ അക്കൗണ്ട് വിറ്റ് കമ്മീഷൻ വാങ്ങിച്ചവരുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് വളരെ ഗുരുതര സ്വഭാവമുള്ളൊരു കുറ്റകൃത്യമാണ്. പരിശോധനയ്ക്ക് വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി 100ഓളം പോലീസുകാരാണ് നേതൃത്വം നൽകിയത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള ഓപ്പറേഷൻ സൈഹണ്ട് ഊർജിതമാക്കിയതായി സിറ്റി പോലീസ് കമ്മീഷണർ നകുലാർ ദേശ്മുഖ്. സിറ്റി പോലീസ് പരിധിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ 13 പേരെ പിടികൂടിയതായി കമ്മീഷണർ വ്യക്തമാക്കി. ഇതിൽ 9 പേരെ റിമാൻഡ് ചെയ്തു. തൃശൂർ സിറ്റി പോലീസ് പരിധിയിൽ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് കൂടുതലും തട്ടിപ്പിനിരയാകുന്നത്. തട്ടിപ്പ് സംഘത്തിലെ കണ്ണികളായി വിദ്യാർത്ഥികളും മാറുന്നുണ്ട്. രാജ്യവ്യാപകമായി സൈബർ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളെ തട്ടിയെടുത്ത പണം ചെക്കുകൾ ഉപയോഗിച്ചും ATM വഴി പിൻവലിച്ചും അനധികൃത സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയവരെയും അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകി കമ്മീഷൻ കൈപ്പറ്റിയവരെയുമാണ് അറസ്റ്റ് ചെയ്തത്. ആൾക്കാരൊക്കെ നോട്ടീസ് കൊടുത്തു. ബേസിക്കലി ഇത് ഈ സൈബർ ഫ്രോഡ് ബന്ധപ്പെട്ട സൈബർ തട്ടിപ്പ് ബന്ധപ്പെട്ടുള്ള റെയ്ഡായിരുന്നു. ഇതിൻ്റെ അകത്ത് പല ഓൺലൈൻ സ്കാമും ട്രേഡിംഗ് സ്കാമും ബന്ധപ്പെട്ട് മിഡിൽ മാനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മെയിൻ സപ്പോർട്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് നമ്മുടെ തൃശ്ശൂരിൽ ഉണ്ടായ അവിടെ ആൾക്കാരുടെ വീട്ടിൽ റെയ്ഡ് ഉണ്ടായിരുന്നു. ഇതകത്ത് നമുക്ക് റെയ്ഡ് മെയിൻലി മ്യൂൽ അക്കൗണ്ട് ഓപ്പറേറ്റേഴ്സ്, അതിൻ്റെ കൂടെ തന്നെ ATM വിഡ്രോവൽ, ചെക്ക് വിഡ്രോവൽ ഉള്ള ആൾക്കാർ, അത് മിഡിൽ മാൻ ഹു ആർ ടേക്കിംഗ് കമ്മീഷൻ ആൻഡ് ഗിവിംഗ് ദെയർ അക്കൗണ്ട് ആസ് എ റെൻ്റൽ അക്കൗണ്ട് ടു ദ പീപ്പിൾ ഇൻവോൾവ് ഇൻ എ സൈബർ ക്രൈം. അവരുടെ എല്ലാവരുടെ അക്കൗണ്ട് നമ്മൾ NCRP പോർട്ടൽ വഴി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ മിഡിൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ റെയ്ഡ് നടത്തിയിട്ട് 10 പേര് നമ്മൾ 10 കേസ് രജിസ്റ്റർ ചെയ്തിട്ട് 9 പേര് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഡ്രൈവിൽ പല ലെയേഴ്സും ഉണ്ട്. ഈ മിഡിൽ മാൻ ഉൾപ്പെടെ ഇതിൻ്റെ മേളിൽ പോകുന്ന ലെയേഴ്സും ഉണ്ട്. അതും ഇത് ഈ കേസസ് എടുത്ത ശേഷം അവിടെയും നമ്മൾ റെയ്ഡ് നടത്തിയിട്ട് അടുത്ത ആൾക്കാർക്ക് അറസ്റ്റും ബാക്കി നടപടികൾ ചെയ്യാം. തട്ടിപ്പിന് ഉപയോഗിച്ച 15 മൊബൈൽ ഫോണുകൾ, 6 ATM കാർഡുകൾ, 8 ചെക്ക് ബുക്കുകൾ എന്നിവ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരു ദിവസം കോടികളുടെ തട്ടിപ്പാണ് നടക്കുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ പണം നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് കമ്മീഷണർ അറിയിച്ചു. മണ്ണുത്തിയിൽ 75 ലക്ഷം രൂപ കവർന്ന കേസിൽ ഇതുവരെ 5 പേർ പിടിയിലായതായി സിറ്റി പോലീസ് കമ്മീഷണർ നകുലാർ ദേശ്മുഖ്. ഏതാനും പേരെ കൂടി പിടികൂടാനുണ്ടെന്ന് കമ്മീഷണർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എറണാകുളം സ്വദേശികളായ ഹക്കീം, കണ്ടെയ്നർ സാബു എന്ന സാബു എന്നിവരാണ് പ്രധാന പ്രതികൾ. ഇവരെ കൂടാതെ നിയാസ്, ശ്യാം, രാഹുൽ എന്നിവരെ കൂടി പിടികൂടിയിട്ടുണ്ട്. നഷ്ടപ്പെട്ട തുകയുടെ 10% കണ്ടെടുത്തതായും ബാക്കി തുക ഉടൻ വീണ്ടെടുക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു. വ്യാപാരി അവരോട് നിർത്താൻ ശ്രമിച്ച സമയത്ത് അവർ വ്യാപാരിനോട് അടിച്ചിട്ട് ആ പൈസ കൊണ്ടുപോയി. അത് ബന്ധപ്പെട്ട് നമ്മുടെ ഒല്ലൂർ DYSP സുധിരൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ACP സലീഷ്, ദെൻ നമ്മുടെ ഇവിടുത്തെ സാഗോക് ടീം ലീഡ് ബൈ SI പളനിസ്വാമി, ഇവരെല്ലാം ഒരുമിച്ച് നിന്നിട്ട് ഒരു ടീമായിട്ട് ഫോം ചെയ്തിട്ട് നമ്മുടെ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. നമ്മുടെ ടീം പല സ്ഥലം പോയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ ഭാഗത്ത് ഇൻവെസ്റ്റിഗേഷനിൽ പല ടൂൾസ് ഉപയോഗിച്ചിട്ട് ഈ ടീമുള്ള ഈ റോബറി നടക്ക ആൾക്കാർക്ക് 2 ദിവസത്തിൻ്റെ അകത്ത് തന്നെ കണ്ടുപിടിച്ചു. ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു പ്ലാനിങ് ആയിട്ട് ആളുണ്ടായിരുന്നു. അദ്ദേഹം പേര് ഹക്കീം, എറണാകുളം സ്വദേശിയാണ്. അതിൻ്റെ കൂടെ തന്നെ കണ്ടെയ്നർ സാബു, അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. ഈ 2 പേര് മെയിനായിട്ട് ഈ റോബറി ഉള്ള ആളായിരുന്നു. സോ ഇതുവരെ ഈ റോബറി കേസിൽ നമ്മൾ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും കുറച്ച് കൂടുതൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയാണ്. അവർ ടീം ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു അറസ്റ്റ് ഇറ്റ്. ഇതിൻ്റെ ഹക്കീം പറഞ്ഞ ആൾ നമ്മൾ പല നോക്കിയിട്ട് ഹക്കീമും കണ്ടെയ്നർ സാബു കുറേ എഫേർട്ട് എടുത്തിട്ട് നമ്മുടെ ടീം ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. സാബു, ഹക്കീം എന്നിവരുടെ നേതൃത്വത്തിലാണ് കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. അബ്ദുൾ ഹക്കീമിന് തൃശൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ തട്ടിപ്പ് കേസുകൾ നിലവിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികൾ 4.5 കിലോ സ്വർണം കവർ ചെയ്യാൻ പദ്ധതി ഇട്ടിരുന്നതായും പോലീസ് പറഞ്ഞു. മണ്ണുത്തിയിൽ ബസ്സുടമയുടെ പണം കവർ ചെയ്ത കേസിലെ പ്രതികളെ പിടികൂടാനായത് തൃശൂർ സിറ്റി പോലീസിന്റെ പഴുതടച്ച അന്വേഷണ മികവ്. സംഭവം നടന്ന് 3 ദിവസത്തിനുള്ളിൽ പ്രതികളെ പിടികൂടാനായത് പോലീസിന് നേട്ടമായി.
പ്രത്യേക അന്വേഷണ സ്ക്വാഡായ സാഗോക്, ഡാൻസാഫ് എന്നിവയിലെ അംഗങ്ങളും മണ്ണുത്തി സർക്കിൾ ഇൻസ്പെക്ടർ ജിനേഷ്, കൺട്രോൾ റൂം സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വിവിധ സംഘങ്ങളെ തിരഞ്ഞു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. അന്വേഷണ സംഘത്തിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക അന്വേഷണ സംഘമായ ഡാൻസാഫ് സ്ക്വാഡ്, സബ് ഇൻസ്പെക്ടർ വിജിത്, സിവിൽ പോലീസ് ഓഫീസർമാരായ വിപിൻ ദാസ്, കിഷാൽ, സംഗീത് എന്നിവരും സാഗോക് ടീം അംഗങ്ങളായ അസിസ്റ്റന്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ PK പഴനിസ്വാമി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജി ചന്ദ്രൻ, K കൃഷ്ണപ്രസാദ്, റെജിൻ, C രാജൻ തുടങ്ങിയവർ ഉണ്ടായിരുന്നു. പട്ടയ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. പട്ടയമേളയുടെ ഭാഗമായി 10,002 പുതിയ പട്ടയങ്ങൾ വിതരണം ചെയ്തതായി മന്ത്രി അറിയിച്ചു. തൃശൂർ ജില്ലയിൽ മാത്രം 1349 പട്ടയങ്ങൾ വിതരണം ചെയ്തു. റവന്യൂ, രജിസ്ട്രേഷൻ, സർവേ എന്നീ വകുപ്പുകളുടെ പോർട്ടലുകൾ ബന്ധിപ്പിച്ച എൻ്റെ ഭൂമി എന്ന ഒറ്റ പോർട്ടൽ വഴിയേ എല്ലാ നടപടികളും പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതോടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ ഒഴിവാകുമെന്ന് മന്ത്രി പറഞ്ഞു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. P ബാലചന്ദ്രൻ MLA മുഖ്യാതിഥിയായി. MLAമാരായ സനീഷ് കുമാർ ജോസഫ്, സേവ്യർ ചിറ്റിലപ്പള്ളി, ലാൻഡ് ബോർഡ് സെക്രട്ടറി സബീൻ സമീദ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ടോക്കൺ നമ്പർ 6 പാണഞ്ചേരി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത്, തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടിയിട്ട് ടാക്സി കാർ തട്ടിയെടുത്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ആക്രമണത്തിന് രക്ഷപ്പെടാൻ വാഹനം നിർത്തി പ്രാണരക്ഷാർത്ഥം കാടുമൂടിയ പറമ്പിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ഡ്രൈവർ. CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. മുണ്ടത്തിക്കോട് സ്വദേശി തെക്കൂട്ട് വിനോദിന്റെ കാറാണ് തട്ടിയെടുത്തത്. ആലുവയിലേക്കെന്ന് പറഞ്ഞാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് വാടകയ്ക്ക് ഓടുന്ന വിനോദിന്റെ കാർ പ്രതികൾ വിളിച്ചത്. കുറാഞ്ചേരിയിൽ നിന്ന് ഒരാളെ കൂടി കാറിൽ കയറ്റുവാനുണ്ടെന്ന് പ്രതികൾ വിശ്വസിപ്പിച്ചു. വെളപ്പായ ബീവറേജിലെത്തി മദ്യം വാങ്ങിയ ശേഷം തെക്കുംകര ഭാഗത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചു. ഇതിനിടെ കുറാഞ്ചേരിയിലെ പമ്പിൽ നിന്നും 500 രൂപയ്ക്ക് ഡീസൽ അടിച്ചു. തുടർന്ന് തെക്കുംകര തച്ചനടി ഭാഗത്തെ ആളൊഴിഞ്ഞ സ്ഥലം എത്തിയപ്പോൾ കണ്ണിലേക്ക് മുളകുപൊടി എറിയുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പ്രാണരക്ഷാർത്ഥം സമീപത്തെ കാട് മൂടിയ പമ്പിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് വിനോദ് പറഞ്ഞു. തച്ചനടി എന്ന് പറഞ്ഞ സ്ഥലം എത്താറായി പറഞ്ഞ വീട് അവിടെയാണ്. വീട്ടിൽ ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. കുറച്ച് മദ്യം കഴിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ തച്ചനടി ഭാഗത്തെത്തിയപ്പോൾ വണ്ടി ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് വണ്ടി നിർത്തുന്നതോട് കൂടിയിട്ട് ബാക്കിൽ നിന്ന് ഒരാൾ മുളക് പൊടി മുഖത്തേക്ക് ഒരു പിടി മുളക് പൊടി എടുത്തിട്ട് മുഖത്തേക്ക് എറിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ണടച്ചുകൊണ്ട് മുഴുവൻ കണ്ണിലേക്ക് ആയില്ല, കുറേ തലയിലേക്കും കുറേ മേത്തേക്കൊക്കെ ആയത്. അപ്പോഴേക്കും അവരടി തുടങ്ങി. അടിക്കാനും ഇടിക്കാനും പുറത്ത് തലയ്ക്കൊക്കെ അടിക്കാൻ തുടങ്ങി. മടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വണ്ടി ഇട്ടിട്ട് ഞാൻ ഓടി അടുത്തുള്ള കാട് പിടിച്ചൊരു ഏരിയയിലേക്ക് ഓടി കയറി. 200 രൂപ അടങ്ങിയ പേഴ്സും മൊബൈൽ ഫോണും പ്രതികൾ തട്ടിയെടുത്തതായി വിനോദ് പറഞ്ഞു.
വിനോദ് നാട്ടുകാരെ വിവരമറിയിച്ചയുടൻ പോലീസ് സ്ഥലത്തെത്തി. GPS ട്രാക്ക് വഴി മണിക്കൂറുകൾക്കുള്ളിൽ കുന്നംകുളം യൂണിറ്റി ആശുപത്രി പരിസരത്തുനിന്ന് പോലീസ് കാർ കണ്ടെത്തി. പ്രതികൾക്കായി അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് അറിയിച്ചു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഗുരുവായൂർ നഗരസഭയുടെ ബയോപാർക്കിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമ വിവാദവുമായി ബന്ധപ്പെട്ട് കൗൺസിൽ യോഗത്തിൽ നിന്ന് UDF BJP കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. ഗാന്ധിജിയെ വികലമായി ചിത്രീകരിച്ചതിന് നഗരസഭാ ചെയർപേഴ്സൺ മാപ്പ് പറയാൻ തയ്യാറായില്ല എന്നാരോപിച്ചാണ് UDF ഇറങ്ങിപ്പോക്ക് നടത്തിയത്. പ്രതിമ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം നൽകാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു BJPയുടെ ഇറങ്ങിപ്പോക്ക്. കൗൺസിൽ അജണ്ടയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് KP ഉദയനാണ് വിവാദ വിഷയം ഉന്നയിച്ചത്. വികലമായ പ്രതിമ സ്ഥാപിച്ചു, നഗരസഭ ഗാന്ധി നിന്ന് നടത്തിയിരിക്കുകയാണെന്ന് ഉദയൻ ആരോപിച്ചു. പ്രതിമ മാറ്റി സ്ഥാപിക്കുന്നതിനൊപ്പം ചെയർപേഴ്സൺ പൊതുജനത്തോട് പരസ്യമായി മാപ്പ് പറയണം. പുനർനിർമ്മാണത്തിൽ നിന്ന് വിവാദ ശില്പിയെ ഒഴിവാക്കണമെന്നും ഉദയൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നഗരസഭയുടെ നിലപാട് നേരത്തെ വാർത്താസമ്മേളനത്തിലൂടെ പൊതുജനത്തെ അറിയിച്ചിരുന്നതാണെന്ന് ചെയർപേഴ്സൺ M കൃഷ്ണദാസ് പറഞ്ഞു. അജണ്ടയിൽ ഇല്ലാത്ത വിഷയം അവസാനം ചർച്ച ചെയ്യാമെന്നും അദ്ദേഹം അറിയിച്ചു. യോഗ നടപടികളിലേക്ക് കടന്നതോടെ UDF കൗൺസിലർമാർ ഗാന്ധി പ്രതിമയും ഛായാചിത്രവും ഉയർത്തിക്കാട്ടി പ്രതിഷേധിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കോ മാപ്പ് പറയാനോ തയ്യാറല്ലെന്ന് ചെയർപേഴ്സൺ ഉറപ്പിച്ചു പറഞ്ഞതോടെ UDF അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. പ്രതിമ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകണമെന്ന് BJP കൗൺസിലർ ശോഭ ഹരിനാരായണൻ ആവശ്യപ്പെട്ടു. ഗാന്ധി ഘാതകരുടെ കൂട്ടർക്ക് വിശദീകരണം നൽകാൻ ഒരുക്കമല്ലെന്നും വേണമെങ്കിൽ ഇറങ്ങിപ്പോകാമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഇതോടെ ശോഭ ഹരിനാരായണനും ജ്യോതി രവീന്ദ്രനാഥും ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗാന്ധി പ്രതിമയുടെ അടിത്തറ നിർമ്മാണത്തിന് 3.5 ലക്ഷം രൂപ അനുവദിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. മലക്കപ്പാറയിൽ കാട്ടാന കബാലിയെ പ്രകോപിപ്പിച്ച സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ 2 യുവാക്കൾ ഷോളയാർ റേഞ്ച് ഓഫീസിൽ ഹാജരായി. കോയമ്പത്തൂർ സ്വദേശികളായ ജ്ഞാനവേൽ വാസു, സീലൻ ശിവകുമാർ എന്നിവരാണ് റേഞ്ച് ഓഫീസിൽ നേരിട്ട് ഹാജരായത്. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കോർപിയോ കാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു. കോടതി നിർദ്ദേശപ്രകാരം തുടർ നടപടികളെടുക്കും. ഒക്ടോബർ 19 രാത്രിയാണ് അമ്പലപ്പാറയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി കാട്ടാന കബാലി മണിക്കൂറുകളോളം റോഡിൽ നിലയുറപ്പിച്ചത്. ഇതിനിടെ സീലൻ ശിവകുമാർ, ജ്ഞാനവേൽ വാസു എന്നിവർ ആനയുടെ അടുത്തേക്ക് വാഹനം ഓടിച്ചെത്തി എഞ്ചിൻ കൂടുതൽ ശബ്ദത്തിൽ പ്രവർത്തിപ്പിക്കുകയും മനഃപൂർവ്വം ബഹളം വെച്ച് ആനയെ പ്രകോപിപ്പിച്ചുവെന്നുമാണ് കേസ്. കുന്നംകുളം സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ മർദ്ദിച്ച സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു. 2 ആഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാവ് VM സുധീരൻ നൽകിയ പരാതിയിലാണ് നടപടി. തലപ്പള്ളി താലൂക്ക് ഹയർ പർച്ചേസിംഗ് സൊസൈറ്റിയിൽ തട്ടിപ്പ് നടന്നതായി പരാതി. ബാങ്ക് മെമ്പർമാർ പോലും അറിയാതെ വ്യാജ ഒപ്പുകൾ ഉപയോഗിച്ച് മുൻ ബാങ്ക് പ്രസിഡന്റ് രതീഷ് വൻ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി. 2023 മുതൽ 2025 വരെയുള്ള കാലയളവിൽ 152 മെമ്പർമാരുടെ പേരിൽ 25,000 രൂപ വീതമാണ് മെമ്പർമാരുടെയോ ഭരണസമിതിയുടെയോ അറിവില്ലാതെ മുൻ പ്രസിഡന്റ് രതീഷ് എടുത്തത്. പലിശയടക്കം 51 ലക്ഷം രൂപയുടെ തട്ടിപ്പാണെന്ന് സെക്രട്ടറിയുടെ മൊഴി. എന്നാൽ സാമ്പത്തിക ഇടപാടുകളെല്ലാം നടക്കുന്നത് സെക്രട്ടറി വഴിയാണെന്നും തനിക്കതിൽ യാതൊരു പങ്കുമില്ലെന്നും മുൻ പ്രസിഡന്റ് രതീഷ് പറഞ്ഞു. ചാലക്കുടി ആനമല സംസ്ഥാന പാതയിൽ കമ്മട്ടി ഭാഗത്ത് കൽവർട്ട് ഇടിഞ്ഞ് അപകടാവസ്ഥയിലായതിനാൽ നവംബർ 10 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സർവീസ് നടത്തുന്ന KSRTC പ്രൈവറ്റ് ബസ്സുകൾ കൽവർട്ടിന്റെ ഒരു വശത്ത് യാത്രക്കാരെ ഇറക്കി വാഹനം മാത്രം കൽവർട്ടിലൂടെ മറുവശത്തെത്തിച്ച് യാത്രക്കാരെ കയറ്റി യാത്ര തുടരേണ്ടതാണ്. ചെറുവാഹനങ്ങൾ, KSRTC സ്വകാര്യ ബസ്സുകൾ എന്നിവയ്ക്ക് വാഴച്ചാൽ മുതൽ മലക്കപ്പാറ വരെ യാത്ര അനുവദിക്കും. ഭാരവാഹനങ്ങൾ, ലോഡ് കയറ്റി വരുന്ന മറ്റു ചെറുവാഹനങ്ങൾ, ടെമ്പോ ട്രാവലർ എന്നിവയുൾപ്പെടെ ചാലക്കുടി ഭാഗത്തു നിന്നുള്ള എല്ലാ വാഹനങ്ങളും വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് വരെ മാത്രം യാത്ര അനുവദിക്കും. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭാരവാഹനങ്ങളും ലോഡ് കയറ്റി വരുന്ന ചെറുവാഹനങ്ങളും മലക്കപ്പാറ വരെ മാത്രം യാത്ര അനുവദിക്കുകയുള്ളൂവെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മാസങ്ങളായി കൃഷി ഓഫീസർ ഇല്ലാത്തതിനാൽ വെങ്കിടങ്ങ് കൃഷിഭവൻ പ്രവർത്തനം പ്രതിസന്ധിയിൽ. 16 പാടശേഖരങ്ങളിലെ നെൽകൃഷിയും തെങ്ങ് കൃഷിയും പഞ്ചായത്തിന്റെ മറ്റു പദ്ധതികളുമാണ് കൃഷി ഓഫീസർ ഇല്ലാത്തതിനാൽ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കുള്ള 100ഓളം അപേക്ഷകളും പദ്ധതികളും നടപ്പിലാകാതെ കാത്തുകെട്ടി കിടക്കുകയാണ്. അടിയന്തര തീരുമാനം വേണ്ട ഭൂമി തരംമാറ്റലടക്കമുള്ള വിവിധ ഗുണഭോക്താക്കളുടെ അപേക്ഷകളും ഇക്കൂട്ടത്തിലുണ്ട്. വെങ്കിടങ്ങ് കൃഷിഭവനിൽ നിലവിലുണ്ടായിരുന്ന കൃഷി ഓഫീസർ സ്ഥലം മാറിപ്പോയതിനെ തുടർന്നാണ് ഒഴിവ് വന്നത്. തുടർന്ന് മണലൂർ കൃഷി ഓഫീസർക്കാണ് വെങ്കിടങ്ങിന്റെ അധിക ചുമതല നൽകിയിരിക്കുന്നത്. എന്നാൽ വെങ്കിടങ്ങിൽ ഈ ഓഫീസർ ഏതാനും ദിവസം മാത്രമാണ് ഉണ്ടാകുന്നത്. 2 ദിവസമായി എളവള്ളി കൃഷി ഓഫീസർക്കാണ് വെങ്കിടങ്ങിന്റെ അധിക ചുമതല. വെങ്കിടങ്ങിലെ കൃഷി ഓഫീസറുടെ ഒഴിവിലേക്ക് PSI നിയമനം വന്നതാണ്. പക്ഷേ വയനാട് ജില്ലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ സോയിൽ സർവേ ഓഫീസറായി തുടരുകയാണ്. അടിയന്തരമായി വെങ്കിടങ്ങിനെ സ്ഥിരമായി കൃഷി ഓഫീസറെ നിയമിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പാവറട്ടി. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ, ഉപാധ്യക്ഷ പദവികളിലേക്ക് സംവരണം ചെയ്യുന്ന പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും പട്ടിക ഉടൻ പ്രഖ്യാപിക്കും. ഓരോ സംവരണ വിഭാഗത്തിന്റെയും ജനസംഖ്യ പരിഗണിച്ച് അധ്യക്ഷ സ്ഥാനം സംവരണം ചെയ്യേണ്ട തദ്ദേശ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ആവർത്തനക്രമം പാലിച്ച് കമ്മീഷൻ നിശ്ചയിക്കും.
അധ്യക്ഷ സ്ഥാനം സ്ത്രീകൾക്ക് സംവരണം ചെയ്യാത്ത തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉപാധ്യക്ഷ സ്ഥാനം സ്ത്രീകൾക്കായി സംവരണം ചെയ്യും. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 471 പഞ്ചായത്തുകളിൽ വനിതകളായിരിക്കും അധ്യക്ഷ. ഇതിൽ 46 എണ്ണം പട്ടികജാതി വനിതകളും 8 എണ്ണം പട്ടികവർഗ വനിതകളുമായിരിക്കും. പട്ടികജാതിക്കാർക്കായി 92 പഞ്ചായത്തുകളിലും പട്ടികവർഗക്കാർക്കായി 16 പഞ്ചായത്തുകളിലും അധ്യക്ഷ സ്ഥാനം സംവരണം ചെയ്യും. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 1 എണ്ണം പട്ടികജാതി വിഭാഗത്തിനും 7 എണ്ണം സ്ത്രീകൾക്കും മാറ്റിവെക്കും. 44 മുനിസിപ്പാലിറ്റികൾ വനിതകൾ ഭരിക്കും. ഇതിൽ 3 എണ്ണം പട്ടികജാതി വനിതകളായിരിക്കും. 6 കോർപ്പറേഷനുകളിൽ 3 എണ്ണം വനിതകൾ ഭരിക്കും. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായ ചുറ്റുവിളക്ക് ശനിയാഴ്ച മുതൽ തെളിയും. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവരുടെ വഴിപാടായാണ് 30 ദിവസം ചുറ്റുവിളക്ക് തെളിയിക്കുന്നത്. ആദ്യ ദിവസത്തെ വിളക്ക് പാലക്കാട് പറമ്പോട്ട് അമ്മിണിയമ്മയുടെ വകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ചാവക്കാട് മുൻസിഫ് കോടതി, പോലീസ്, മർച്ചന്റ്സ് അസോസിയേഷൻ, തപാൽ എന്നീ വിളക്കാഘോഷങ്ങൾ നടക്കും. അവസാന ദിവസങ്ങളിൽ പുരാതന തറവാട്ടുകാരുടെ വിളക്കാഘോഷമാണ്. മേളത്തോടെയുള്ള ശീവേലി എഴുന്നള്ളിപ്പ്, രാത്രി വിശേഷാൽ ഇടയ്ക്കവാദ്യം, നാഗസ്വരം എന്നിവയും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളും ഉണ്ടാകും. ഏകാദശിയോടനുബന്ധിച്ചുള്ള പ്രശസ്തമായ ചെമ്പൈ സംഗീതോത്സവത്തിന് നവംബർ 16 തിരി തെളിയും. ഡിസംബർ 1 പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂർ ഏകാദശി വിളക്ക് ആരംഭിക്കുന്നതിന്റെ വിളംബരം അറിയിച്ച് നാമജപ ഘോഷയാത്ര നടത്തി. ഗുരുവായൂർ ദേവസ്വം പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വിളംബര നാമജപ ഘോഷയാത്ര നടത്തിയത്. നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ സത്രം ഗേറ്റിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് കിഴക്കേ ദീപസ്തംഭത്തിനരികിൽ സമാപിച്ചു. തുടർന്ന് ദീപാലങ്കാരവും ഗണപതിക്ക് വിശേഷാൽ പൂജയും ഉണ്ടായിരുന്നു. അസോസിയേഷൻ ഭാരവാഹികളായ ബി ഹരികൃഷ്ണ മേനോൻ, സി വി വിജയൻ, പൈക്കാട്ട് മാധവൻ നായർ, ആർ രാജഗോപാലൻ, ശിവദാസ് മൂത്തേടത്ത്, എ ശശിധരൻ, കെ ദാമോദരൻ, എൻ രമേശൻ, എം മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്തരിച്ച സംഗീതജ്ഞൻ ജോൺസൺ മാസ്റ്റർക്ക് മരണാനന്തര ബഹുമതിയെ കമുകറ സംഗീത പുരസ്കാരം സമ്മാനിച്ചു. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി 50,000 രൂപയും പ്രശസ്തി പത്രവും ആർട്ടിസ്റ്റ് ഭട്ടത്തിരി രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങിയ പുരസ്കാരം ജോൺസൺ മാസ്റ്ററുടെ പത്നി റാണിക്ക് സമ്മാനിച്ചു. ചലച്ചിത്ര സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി പിന്നണി ഗായകനായിരുന്ന കമുകറ പുരുഷോത്തമന്റെ സ്മരണാർത്ഥം കമുകറ ഫൗണ്ടേഷനാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഫൗണ്ടേഷൻ പ്രസിഡന്റും ONV ഗ്രൂപ്പിന്റെ മകനുമായ രാജീവ് ONV അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, ഫൗണ്ടേഷൻ സെക്രട്ടറി PV ശിവൻ, കമുകറ പുരുഷോത്തമന്റെ മകൻ കമുകറ ശ്രീകുമാർ, ടി ചന്ദ്രശേഖരൻ നായർ, ഗീതം സംഗീതം പ്രസിഡന്റ് EH മുഹമ്മദ് റഷീദ്, സെക്രട്ടറി സുകുമാരൻ ചിത്രസൗധം തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ജോൺസൺ കമുകറ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മായാ മയൂരം എന്ന സംഗീത പരിപാടിയും അരങ്ങേറി. ഏറ്റവും സ്നേഹമുള്ള, ഏറ്റവും ആദരവുള്ള ഒരു നിമിഷമാണിത്. കമലച്ചേട്ടനെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരാളെ, കമലച്ചേട്ടൻ്റെ ഒരു അവാർഡ്, പേരിലുള്ള അവാർഡ് എൻ്റെ പ്രിയ സ്നേഹിതൻ ജോൺസന്റെ പത്നി റാണിക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായ, വളരെ ആഹ്ലാദകരമായ, എന്നാൽ അതിനോട് ദുഃഖമുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ ആഹ്ലാദിക്കാൻ വൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. Join the 23rd edition of South India's largest exhibition for broadcast, digital TV, broadband and innovative smart solutions on November 6, 7, 8, 2025 at Rajiv Gandhi Indoor Stadium, Kadavantara, Kochi, Kerala. Product presentations, technical classes, broadcast meet and many more exciting sessions. Mega Cable Fest. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വീണ്ടും വാർത്തകളിലേക്ക്. വാഴാനി മേലില്ലം വനമേഖലയിൽ നടത്തിയ പരിശോധനയിൽ ചാരായം വാറ്റാൻ ഉപയോഗിച്ച 300 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. വടക്കാഞ്ചേരി എക്സൈസും വാഴാനി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വാഷ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് മണലിത്തറ മേലില്ലം സ്വദേശി മോളയിൽ വീട്ടിൽ ഏലിയാസിനെ അറസ്റ്റ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി കൃഷ്ണകുമാർ, KV ഷാജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഷ് പിടികൂടിയത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ മുക്കുടി സേവിക്കാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളെത്തി. തൃപ്പുത്തിരി നിവേദ്യം കഴിച്ച് ഭഗവാന് ഉദരസംബന്ധമായ അസുഖം ബാധിച്ചെന്നും അസുഖം മാറുന്നതിന് വില്ലുമംഗലം സ്വാമിയാർ മുക്കുടി ഔഷധം നൽകുകയും ഇതു സേവിച്ച് ഭഗവാന്റെ അസുഖം ഭേദമായെന്നുമാണ് വിശ്വാസം. കുട്ടഞ്ചേരി മൂസ്, തൈരും പ്രത്യേക ഔഷധക്കൂട്ടുകളും ചേർത്താണ് മുക്കുടി തയ്യാറാക്കിയത്. ഭഗവാന് നിവേദിച്ചതിന് ശേഷം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. മുക്കുടി നിവേദ്യം നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന അനുഷ്ഠാന ചടങ്ങാണ്. മുക്കുടിക്കുള്ള ഔഷധക്കൂട്ടുകൾ പ്രത്യേക അനുപാതത്തിൽ സമർപ്പിക്കാനുള്ള പരമ്പരാഗത അവകാശം കുമരനെല്ലൂർ കുട്ടഞ്ചേരി മൂസ് കുടുംബത്തിനാണ്. കുളമൺ മൂസാണ് മുക്കുടി നിവേദ്യമുണ്ടാക്കുക. അതീവ രഹസ്യങ്ങളായ ഔഷധക്കൂട്ടുകൾ പകുതിയരച്ച് മൂസ് കുടുംബത്തിൽ നിന്നാണ് തലേന്ന് വൈകിട്ട് ക്ഷേത്രനടയിൽ സമർപ്പിക്കുക. പുലർച്ചെ കൊട്ടിലാക്കലിൽ അരച്ചെടുത്ത മരുന്ന് തിടപ്പള്ളിയിലെത്തിച്ച് മോരിൽ കലർത്തി മുക്കുടി നിവേദ്യമാക്കി ഭഗവാന് നിവേദിച്ച ശേഷമാണ് ഭക്തർക്ക് വിതരണം ചെയ്തത്. ദിവ്യ ഔഷധമായ മുക്കുടി സേവിച്ചാൽ ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ശമനം വരുത്തുമെന്ന വിശ്വാസമുള്ളതിനാൽ പ്രസാദമായി കിട്ടുന്ന ഈ നിവേദ്യം വാങ്ങാൻ ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും ധാരാളം ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. 3500 ലിറ്റർ തൈര് ഉപയോഗിച്ചാണ് ഈ വർഷം മുക്കുടി തയ്യാറാക്കിയത്. ചടങ്ങുകൾക്ക് കുട്ടഞ്ചേരി അനൂപ് മൂസ് നേതൃത്വം നൽകി. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് അന്വേഷണ വിവരങ്ങൾ കൈമാറുന്നത് വിലക്കി ആഭ്യന്തര വകുപ്പ്. അന്വേഷണത്തിലിരിക്കുന്ന കേസിന്റെ വിവരങ്ങളും മറ്റും മാധ്യമങ്ങൾക്ക് നൽകരുതെന്നാണ് DGP പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത്. മൊഴി വിവരങ്ങളിൽ ഉൾപ്പെടെ ഇത് ബാധകമാകും. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അന്വേഷണത്തിലിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കണ്ടെത്തലുകളും പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രത്യേകിച്ച് പത്രസമ്മേളനങ്ങൾ വഴി വെളിപ്പെടുത്തുന്നതിന് ഹൈക്കോടതി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. മുൻ ഉത്തരവുകൾ വഴി കോടതി ഇത്തരം നടപടികൾ റദ്ദാക്കുകയും നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് DGPയുടെ സർക്കുലർ. കൗൺസിൽ യോഗത്തിൽ അതിദാരിദ്ര്യമുക്ത കോർപ്പറേഷനായി മേയർ പ്രഖ്യാപിച്ചത് ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളോട് ചെയ്യുന്ന കൊടും ചതിയാണെന്ന് BJP പാർലമെന്ററി പാർട്ടി ലീഡർ വിനോദ് പൊള്ളാഞ്ചേരി ആരോപിച്ചു. കുടുംബശ്രീ മുഖേന ഒരു വർഷം മുൻപ് നടത്തിയ സർവേ പൂർണ്ണമല്ലെന്ന് BJP ആരോപിച്ചു. രാഷ്ട്രീയ നേട്ടത്തിനായി നടത്തുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നതെന്നും ഇതിനെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയതായും BJP കൗൺസിലർമാർ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്ത് നൽകി. തൃശൂർ വിദ്യാഭ്യാസ ജില്ലയുടെ കരിയർ ഗൈഡൻസ് എക്സ്പോയായ മിനി ദിശയ്ക്ക് തുടക്കമായി. തൃശൂർ ഹോളി ഫാമിലി സ്കൂളിൽ നടന്ന ചടങ്ങിൽ P. ബാലചന്ദ്രൻ MLA എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ റഹീം വീട്ടിപ്പറമ്പിൽ, ഡിവിഷൻ കൗൺസിലർ റെജി ജോയ്, എറണാകുളം മേഖല റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ CJ സതീഷ്, ജനറൽ കൺവീനർ M. സുധ, ജില്ലാ കോർഡിനേറ്റർ PD. പ്രകാശ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് എക്സ്പോ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ഉന്നത പഠനത്തിനും അഭിരുചിക്കനുസരിച്ച തൊഴിൽ കണ്ടെത്തുന്നതിനുമായി അഭിരുചി പരീക്ഷയും സെമിനാറുകളും 30ഓളം കരിയർ സ്റ്റാളുകളും എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. എക്സ്പോ ശനിയാഴ്ച സമാപിക്കും. കുഞ്ഞുനാളിലെ ജീവസ്വറ്റ ചിത്രങ്ങൾക്ക് മിഴിവേകി വിസ്മയമാവുകയാണ് കയ്പമംഗലത്തെ 10 വയസ്സുകാരൻ. കയ്പമംഗലം ഗ്രാമലക്ഷ്മി സ്വദേശി കോതങ്ങത്ത് ഗിരീഷ് ഭവ്യ ദമ്പതികളുടെ മകൻ ദേവ്യാനാണ് വരയുടെ ലോകത്ത് അത്ഭുതമാകുന്നത്. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവ്യാൻ ചെറുപ്പത്തിലെ തന്നെ ചിത്രം വരയോട് ഇഷ്ടം കൂടാൻ തുടങ്ങിയതാണ്. മൃഗങ്ങളുടെ ചിത്രങ്ങൾ നോക്കി വരച്ചായിരുന്നു വരയുടെ ലോകത്തേക്ക് കടന്നത്. ചിത്രകലയിലെ മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ പെൻസിലും വാട്ടർ കളറുമെല്ലാം വാങ്ങി നൽകി പൂർണ്ണ പിന്തുണയുമായി ഒപ്പം കൂടിയതോടെ ദേവ്യാനിലെ ചിത്രപ്രതിഭയുടെ തിളക്കവും കൂടി. കണ്ണിൽ കണ്ടതും മനസ്സിൽ പതിഞ്ഞതുമെല്ലാം ഈ 5ാം ക്ലാസ്സുകാരന്റെ ക്യാൻവാസിൽ നിമിഷങ്ങൾക്കകം ചിത്രങ്ങളായി മാറി. പ്രകൃതി, ക്ഷേത്രകലകൾ, ജീവജാലങ്ങൾ തുടങ്ങിയവയെല്ലാം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി ക്യാൻവാസിൽ നിറഞ്ഞു. പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളറിംഗ്, പെൻ വർക്ക്, സ്കെച്ച് വർക്ക്, ലൈവ് സ്കെച്ചസ് തുടങ്ങിയവയെല്ലാം ദേവ്യാന്റെ വിരലുകളിൽ ഭദ്രമാണിപ്പോൾ. ചെറുതിലെ കുഞ്ഞിലായിരിക്കുമ്പോൾ തൊട്ട് വരയ്ക്കും. ആദ്യം അങ്ങനെ കുത്തിക്കോറി വരയ്ക്കാറാണ്. വരയ്ക്കാൻ എപ്പോഴും താല്പര്യമുണ്ട്. സമ്മാനങ്ങളൊക്കെ വാങ്ങുമ്പോൾ വളരെ സന്തോഷമുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ തന്നെ ധാരാളം സമ്മാനം കിട്ടിയിട്ടുണ്ട് കുട്ടിക്ക്. മോഹൻലാലിൻ്റെ കയ്യിൽ നിന്നും പിന്നെ പ്രശസ്തരായ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ധാരാളം സമ്മാനം കിട്ടിയിട്ടുണ്ട്. ശാസ്ത്രീയമായി ചിത്രരചന അഭ്യസിച്ചിട്ടില്ലെങ്കിലും ദേവ്യാൻ വരച്ച ചിത്രങ്ങൾ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കും. ചിത്രകലാ അധ്യാപകരായ സുനിത, മൃണാളിനി എന്നിവരുടെ ഉപദേശ നിർദ്ദേശങ്ങളും ചിത്രം വരയിൽ ദേവ്യാന് കരുത്തേകി. എറണാകുളത്ത് മോഹൻലാൽ ചിത്രമായ ബറോസിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ 1ാം സ്ഥാനം ഈ കൊച്ചുമിടുക്കനായിരുന്നു.
നടൻ മോഹൻലാലിന്റെ കയ്യിൽ നിന്നും ക്യാഷ് അവാർഡ് വാങ്ങാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ദേവിയാൻ പറയുന്നു. ഞാൻ പേനയുണ്ട് വരച്ചിട്ടാണ് തുടങ്ങിയത്. ഒരു വയസ്സ് 1.25 വയസ്സൊക്കെ തൊട്ട് വരയ്ക്കും. പേനയുണ്ട് വരച്ചിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ എനിക്കിഷ്ടം വാട്ടർ കളർ വരയ്ക്കും, പിന്നെ പേന വരയ്ക്കും, പെൻസിൽ ഡ്രോയിങ് വരയ്ക്കും, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ചെയ്യും. ഞാൻ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്, സമ്മാനങ്ങളൊക്കെ കിട്ടാറുണ്ട്. വനം വകുപ്പ് സംസ്ഥാന തലത്തിൽ നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ 2ാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ട്. ദേവിയാന്റെ വരകൾ യാൻസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. ചിത്രകലയിലും പഠനത്തിലും ഒരേപോലെ മികവ് പുലർത്തുന്ന ദേവിയാൻ അടുത്ത ചിത്രത്തിന്റെ പണിപ്പുരയിലാണ്. TCV ന്യൂസ്, കയ്പമംഗലം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 180ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന സന്ദേശവുമായി മേര യുവഭാരതിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ യൂണിറ്റി മാർച്ച് സംഘടിപ്പിച്ചു. പദയാത്രയ്ക്ക് മുന്നോടിയായി VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സമ്മേളനം ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ റെജി ജോയി അധ്യക്ഷത വഹിച്ചു. മേര യുവഭാരത് ജില്ലാ യൂത്ത് ഓഫീസർ C. ബിൻസി, നാഷണൽ സർവീസ് സ്കീം ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത്ത് വർഗീസ്, പ്രോഗ്രാം കോർഡിനേറ്റർ S. സതീഷ്, പ്രോഗ്രാം ഓഫീസർ നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പദയാത്ര ഡെപ്യൂട്ടി മേയർ ML റോസി ഫ്ളാഗ് ഓഫ് ചെയ്തു. പദയാത്ര നഗരം ചുറ്റി സെന്റ് തോമസ് കോളേജിൽ സമാപിച്ചു. നാഷണൽ സർവീസ് സ്കീമിലെയും നാഷണൽ കേഡറ്റ് കോർപ്സിലെയും വിദ്യാർത്ഥികളും യുവജന ക്ലബ് പ്രതിനിധികളും പദയാത്രയിൽ അണിനിരന്നു. വിവിധ നാടൻ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും പദയാത്രയ്ക്ക് അകമ്പടിയായി. ക്രൈസ്തവ വിശ്വാസികൾ നാളെ മരിച്ചവരുടെ ഓർമ്മദിനം ആചരിക്കും. പള്ളികളിലും സെമിത്തേരികളിലും നാളെ ദിവ്യബലിയും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. കല്ലറകൾ പൂക്കൾ കൊണ്ട് അലങ്കരിക്കും. പൂക്കൾ വാങ്ങാൻ വിപണിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. സാധാരണ നവംബർ 2-നാണ് മരിച്ചവരുടെ ഓർമ്മദിനം ആചരിക്കാറ്. ഇത്തവണ നവംബർ 2 ഞായറാഴ്ച ആയതിനാലാണ് നവംബർ 1 മരിച്ചവരുടെ ഓർമ്മദിനമായി ആചരിക്കുന്നത്. ക്രിമിനൽ കേസുകളിലെ ശാസ്ത്രീയമായ അന്വേഷണങ്ങളിൽ അതിനൂതന മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിനായി അത്യാധുനിക ഉപകരണങ്ങളോട് കൂടിയ പ്രത്യേക മൊബൈൽ ഫോറൻസിക് വാഹനം തൃശൂർ റൂറൽ പോലീസിന് ലഭിച്ചു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിൽ നിന്ന് ഏറ്റുവാങ്ങി ഇരിങ്ങാലക്കുട കാട്ടുചിറയിലെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തെത്തിച്ചു. വാഹനത്തിന്റെ താക്കോൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ കൈമാറി. ഫിംഗർ പ്രിന്റ് വിദഗ്ധർക്കും സയന്റിഫിക് ഓഫീസർമാർക്കും കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങളിൽ വെച്ച് തന്നെ സമയബന്ധിതമായി തെളിവുകൾ ശേഖരിക്കുന്നതിനും പരിശോധിക്കുന്നതിനും ഈ വാഹനം വലിയ സഹായകമാകും. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് പ്രണയം നടിച്ച് എറണാകുളം സ്വദേശിനിയായ യുവതിയെ വരവൂർ പിലക്കാട് എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാരോപിച്ച കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ടു. വരവൂർ പിലക്കാട് മേലേത്തിൽ മഹേഷിനെയാണ് കുറ്റക്കാരനല്ലെന്ന് കണ്ട് വടക്കാഞ്ചേരി പോക്സോ കോടതി വെറുതെ വിട്ടത്. മയക്കുമരുന്ന് ഉപയോഗവും ലൈംഗിക പീഡനവും പ്രമേയമാക്കി സ്മിജിത്ത് K. മോഹൻ എഴുതി സംവിധാനം ചെയ്ത ഇൻസ്റ്റിക്റ്റ് എന്ന യുവ ഹ്രസ്വചിത്രം യൂട്യൂബിൽ തരംഗമായി മാറുന്നു. മനുഷ്യന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മൃഗീയത, പ്രതികാരം എന്നീ വികാരങ്ങളെ തുറന്നു കാണിക്കുന്ന ചിത്രമാണ് ഇൻസ്റ്റിങ്ക്റ്റ്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായി സ്മിജിത്ത് K. മോഹനും ജൂനിയർ ആർട്ടിസ്റ്റായി തൻവിഹ സ്മിജിത്തും അഭിനയിച്ചിരിക്കുന്നു. കാർത്തിക, കിരൺ കൃഷ്, സായുജ്, അക്ഷയ്, അമൃത എന്നിവരാണ് മറ്റു പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ശരത് ഷാജിയാണ് ഛായാഗ്രഹണം. കൃഷ്ണകിരണാണ് സംഗീതമൊരുക്കിയിരിക്കുന്നത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,245 രൂപ, പവന് 89,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. മാള പൂപ്പത്തിയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റയാൾ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആൾ മരിച്ചു. പൂപ്പത്തി പള്ളിയിൽ 80 വയസ്സുള്ള നാരായണനാണ് മരിച്ചത്. ഈ മാസം 19 വൈകിട്ട് വീടിന് മുൻപിലെ റോഡിൽ വെച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ നാരായണൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം തിങ്കളാഴ്ച തൃശൂരിൽ നടക്കും. ചലച്ചിത്ര അക്കാദമി ചെയർമാനായി ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടിയെ നിയമിച്ചു. കേരളശ്രീ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ സൈഹണ്ട് ജില്ലയിൽ അറസ്റ്റിലായത് 27 പേർ. തട്ടിപ്പിന് ഉപയോഗിച്ച മൊബൈൽ ഫോണുകളും ATM കാർഡുകളും പോലീസ് പിടിച്ചെടുത്തു. മണ്ണുത്തിയിൽ 75 ലക്ഷം രൂപ കവർന്ന കേസിൽ ഇതുവരെ 5 പേർ പിടിയിലായതായി സിറ്റി പോലീസ് കമ്മീഷണർ. പ്രതികൾ മറ്റൊരു കവർച്ച കൂടി ആസൂത്രണം ചെയ്തതായി പോലീസ്. പട്ടയ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. തൃശൂർ ജില്ലയിൽ 1349 പട്ടയങ്ങൾ കൂടി വിതരണം ചെയ്തു. വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടിയിട്ട് കാർ തട്ടിയെടുത്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അക്രമികളിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹനം നിർത്തി പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ഡ്രൈവർ. ഗുരുവായൂരിലെ ഗാന്ധി പ്രതിമ വിവാദം. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്ന് UDF BJP കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. പുനർനിർമ്മാണത്തിൽ നിന്ന് വിവാദ ശില്പി ഒഴിവാക്കണമെന്ന് UDF. മലക്കപ്പാറയിൽ കാട്ടാന കബാലിയെ പ്രകോപിപ്പിച്ച സംഭവത്തിൽ 2 യുവാക്കൾ ഷോളയാർ റേഞ്ച് ഓഫീസിൽ ഹാജരായി. പ്രതികൾ സഞ്ചരിച്ച വാഹനം കസ്റ്റഡിയിലെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.